അധ്വാനിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ് അധ്വാനത്തിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് വേതനം എന്ന വാക്കുണ്ടായത് തന്നെ. അത് പ്രതിഫലമാണ്, അത് അധ്വാനിക്കുന്നവൻ്റെ അവകാശങ്ങളുടെ കൂടിയാണ്. ബോണസ് എന്ന വാക്കുണ്ടായത് തന്നെ, ആ പ്രയോഗം തന്നെ ഉണ്ടായത് ലാഭവിഹിതം ലഭിക്കുക എന്നുള്ളതാണ്. ലാഭം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല എന്നും മിനിമം ബോണസ് കൊടുക്കണമെന്നും പിന്നീട് വ്യാഖ്യാനങ്ങളും വരികയുണ്ടായി. അങ്ങനെയാണ് വലിയ വലിയ സ്ഥാപനങ്ങളിൽ മിനിമം ബോണസ് കുറഞ്ഞത് ഒരു മാസത്തെ ശമ്പളം എന്നുള്ള നിലയിലേക്ക് ബോണസ് നിർവചിക്കപ്പെടുന്നത്. ഈ വേതനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു നിയമം തന്നെയുണ്ട്, മിനിമം വേജസ് ആക്ട് എന്ന് പറഞ്ഞിട്ട്, കുറഞ്ഞ കൂലിയുടെ നിയമം. അത് ആ നിയമം എല്ലാ സ്ഥാപനങ്ങളിലും ബാധകമാക്കിയിട്ടില്ല. മിനിമം തൊഴിലാളികളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ അത് നിർബന്ധമാക്കാൻ പാടുള്ളൂ. എന്നിരുന്നാലും അവിടെയുള്ള തൊഴിലാളിക്ക് കുറഞ്ഞ കൂലി ഇത്രയായിരിക്കണം എന്ന് സർക്കാർ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അതൊരു മാനദണ്ഡമാണ്. കുറഞ്ഞ കൂലി എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഇത്രയെങ്കിലും എന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അതാണ് കൊടുക്കേണ്ട കൂലി എന്നല്ല. ആ സ്ഥാപനത്തിന് ആ തൊഴിലാളിയുടെ അധ്വാനം മൂലം അതിനപ്പുറമുള്ള ലാഭം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ട കൂലി കൊടുക്കാൻ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, പ്രതിഫലം കൊടുക്കാൻ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് മറക്കരുത്. നിയമം അനുസരിക്കുന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരുവനും ദൈവത്തിൻ്റെ മുമ്പിലോ സമൂഹത്തിലോ നീതീകരിക്കപ്പെടുന്നില്ല. നിയമം എന്നുള്ളത് ഒരു ഗൈഡൻസ് ആണ്. നിയമത്തിന് അപ്പുറത്ത് നീതിയെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാകുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ലോകത്ത് സ്വീകാര്യമാകാതെ പരലോകത്ത് സ്വീകാര്യമാകും എന്ന് ധരിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നവരെ വിഡ്ഢി എന്ന് പോലും പല മതങ്ങളും വിശേഷിപ്പിക്കുന്നത്. ഈ കുറഞ്ഞ കൂലി പോലും കൊടുക്കാത്ത സ്ഥാപനങ്ങൾ വന്നപ്പോഴാണ് കോടതികളിൽ നിന്നും ഫെയർ വേജസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. ഫെയർ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായമായ കൂലി എന്ന് വേണമെങ്കിൽ പറയാം. കുറഞ്ഞ കൂലി ന്യായമായ കൂലി. കുറഞ്ഞ കൂലി കൊടുക്കാൻ ചില സ്ഥാപനങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല, അവരുടെ ആരംഭകാലഘട്ടമായതുകൊണ്ടോ, നമ്മൾ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാരണം കൂലി പോലും കൊടുക്കാൻ കഴിയാതെ നഷ്ടത്തിൽ പോകുന്ന, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ വിഷമിക്കുന്ന. കാരണം സ്ഥാപനം ഉണ്ടായാലല്ലേ തൊഴിലാളി ഉണ്ടാവുകയുള്ളൂ. തൊഴിൽ ആളുന്നവനാണ്, മുതൽ ആളുന്നവൻ മുതലാളിയും തൊഴിൽ ആളുന്നവൻ തൊഴിലാളിയും. അങ്ങനെയൊരു അതാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം ഈ വാക്കുകളുടെ. ഒരു ഫിഗറേറ്റീവ് സെൻസിൽ ലാളിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തുമാട്ടെ അത് വഹിക്കുന്നവരാണ്, ഭാരം വഹിക്കുന്നവരാണ്, ഉത്തരവാദിത്വം നടത്തുന്നവരാണ് അവർ. ആളുക എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അവർക്കൊരു ഫെയർ വേജസ് കൊടുക്കാനെങ്കിൽ നമുക്ക് കഴിയണം. ഇനി അതും പറ്റാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഏറ്റവും കുറഞ്ഞത് ലിവിങ് വേജസ്, ജീവിക്കാനുള്ള ഒരു തുകയെങ്കിലും കൊടുക്കണം. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തുക കൊടുക്കാതെ നമുക്ക് ഒരിക്കലും ഒരു തൊഴിലാളിയിൽ നിന്നും ഒരു വേതനവും ഒരു സേവനവും നമുക്ക് പ്രതീക്ഷിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. പറ്റില്ല എന്നുള്ളത് പോട്ടെ, അവകാശമില്ല. കാരണം ആ തൊഴിലാളിയുടെ സംതൃപ്തിയാണ് ആ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അവർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി നമ്മുടെ നിലവറകളിലും നമ്മുടെ അക്കൗണ്ടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ കണ്ണുനീരായി മാറും എന്നുള്ളത് മറക്കരുത്. ആ കണ്ണുനീർ കെടുത്തിക്കളയുന്നത് നമ്മുടെ തന്നെ ഐശ്വര്യത്തെയാണ് എന്നതും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എവിടെ ഒരു സ്ഥാപനത്തിന് ഐശ്വര്യം കുറയുന്നതോ അതിൻ്റെ അർത്ഥം അവിടെ സേവനം ചെയ്യുന്നവരുടെ കണ്ണുനീർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കണ്ണുനീര് മാറ്റാതെ ഒരിക്കലും ആ സ്ഥാപനത്തിന് ഐശ്വര്യമോ പുരോഗതിയോ ഉണ്ടാവില്ല. നമ്മുടെ കൂടെ സേവനം ചെയ്യുന്നവരുടെ കണ്ണുനീരിന് ഒരിക്കലും നാം ഇടവരുത്തരുത്. അവരുടെ താമസം, അവരുടെ ഭക്ഷണം, അവരുടെ മാന്യമായ വേതനം, ഏറ്റവും കുറഞ്ഞത് ലിവിങ്, അല്ലെങ്കിൽ ഫെയർ, അല്ലെങ്കിൽ മിനിമം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും ഉന്നതമായ ഒരു ശ്രേണിയിൽ ഉന്നതമായ ഒരു അർത്ഥത്തിൽ ഉദാത്തമായ ഒരു മാതൃക കാണിച്ചുകൊണ്ട് നല്ല ശമ്പളം, നല്ല വേതനം എന്ന് പറയാം, അത് നൽകി നമ്മുടെ തന്നെ ഐശ്വര്യം നമ്മൾ തന്നെ കണ്ടെത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.